ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് എൻ്റെ എല്ലാ സീനിയർ സിറ്റിസൻസും അല്ലാത്തവരും അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ മെസ്സേജാണ്. പ്രത്യേകിച്ച് നാം ഇന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടിൽ കേരളത്തിൽ നോക്കിയാൽ അനേകർ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നു. അതുപോലെ തന്നെ ഫാമിലി ഉണ്ടെങ്കിലും ഫാമിലി ഇല്ലാത്തവരായിട്ട് ജീവിക്കുന്ന അനേകരുണ്ട്. ജോലി സംബന്ധമായി ദൂരെയൊക്കെ താമസിക്കുന്നവരുണ്ട്. അതുപോലെ എഡ്യൂക്കേഷന് വേറെ രാജ്യങ്ങളിൽ പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, നമ്മൾക്ക് ലോകമെമ്പാടും നോക്കിക്കഴിഞ്ഞാൽ ഐസൊലേഷനിൽ കഴിയുന്ന അനേകരുണ്ടെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് സമയത്ത് ഓർക്കുകയാണെങ്കിൽ ക്വാറൻറ്റൈനിൽ കൂടെ കടന്നു പോയവർക്ക് അതിൻ്റെ അനുഭവം ശരിക്കും മനസ്സിലാവും എന്താണ് ഐസൊലേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഐസൊലേഷനൊന്നും ഇല്ലാത്ത, അതായത് ക്വാറൻറ്റൈനൊന്നും ഇരിക്കേണ്ടാത്ത ഒരു കാലം. എന്നാൽ ദൈവം തന്ന നല്ല ദിവസങ്ങളെ നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ കൊണ്ട് നടക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഐസൊലേറ്റ് ചെയ്യുന്ന നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മൾ ഏകാന്തതയിൽ കഴിയുകയാണെന്നൊക്കെ നമ്മളുടെ മനസ്സിൽ നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് നിരാശ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ നമ്മളുടെ ചരിത്രകാലം നമ്മൾ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം സഹായിച്ചു, എന്തെല്ലാം നമ്മൾ പ്രവർത്തിച്ചു, എന്നാലും അതിൽ നിന്നൊന്നും നമുക്ക് യാതൊരു പ്രതിഫലവും കിട്ടിയില്ലല്ലോ, നമ്മളെ ആരും പരിഗണിക്കുന്നില്ലല്ലോ, എല്ലാവരും നമ്മളെ മറന്നു കളഞ്ഞല്ലോ എന്നൊക്കെയുള്ള വലിയ സങ്കടവും പ്രയാസവും കൊണ്ട് നടക്കുന്ന അനേക വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുവാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ദൈവകൃപയിൽ അവൻ്റെ സമാധാനത്തിലും അവൻ്റെ സന്തോഷത്തിലും നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ, അവനിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കഴിയുകയാണെങ്കിൽ ആ ഐസൊലേഷനിൽ നമുക്ക് വളരെ സമാധാനം തോന്നുവാനും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നും നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു ഫീല് നമുക്ക് ദൈവം തരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. നമ്മളുടെ ബലഹീനതകളിൽ, നമ്മളുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും കൂടെ വരുവാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ഐസൊലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അല്പം ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത് ദൈവം വന്നിട്ട് നമ്മളെ ഒരു ഒറ്റയ്ക്കാക്കുന്നെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദൈവം എന്തിനാണ് നമ്മൾ ഒറ്റയ്ക്കായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതായത് ഇങ്ങനെ വൈ ഗോഡ് വാണ്ട്സ് യു ടു ബി എലോൺ. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. നമ്മളെ കൊണ്ട് ദൈവത്തിന് പല കാര്യങ്ങളും ചെയ്യിക്കാനുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് ധാരാളം സമയമുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സമയമുണ്ട്. ദൈവത്തിന് മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പറയുമ്പോൾ നമ്മൾ സേഫ്റ്റി ഒരു വലിയ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവന് അവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാം സേഫാണെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ അത് വെറും മനുഷ്യന്മാർ മാത്രമാണല്ലോ. മനുഷ്യർക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അവർ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരൊന്നും അറിയുന്നില്ല. നമുക്ക് പകൽ സമയത്ത് നമ്മൾക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാനായിട്ടുള്ള ഏകദേശ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയിലാണല്ലോ നമ്മൾ ഭയപ്പെടുന്നത്, ഇരുട്ടിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. ദൂതന്മാർ നമുക്ക് കാവലായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ദൈവം നമ്മളെ സൂക്ഷിക്കുമെന്നുള്ളതും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അത്യുന്നതൻ്റെ മറയിൽ വസിക്കുന്നവന് അവന് വന്നിട്ട് 91 സങ്കീർത്തനം നമ്മളെടുത്ത് വായിച്ച് നോക്കിയാൽ നമുക്കറിയാം, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ നമ്മളെ പൊതിഞ്ഞ് നമ്മളെ സൂക്ഷിക്കും. നമ്മൾ എവിടെ ഏത് കഷ്ടത്തിൽ കൂടെ കടന്നു പോയാലും ദൈവം നമ്മുടെ കൂടെ നടന്ന് നമ്മളെ കൈപിടിച്ച് നമ്മളെ സഹായിക്കുന്നവനാണെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല. കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലാണ്, അവൻ്റെ മാറിൽ ചാരിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള ആ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പേടിക്കേണ്ട കാര്യമില്ല. അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ അത് ദൂരെ എറിഞ്ഞ് കർത്താവിനായിട്ട് നമ്മൾ ജീവിച്ച് നമ്മൾ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് അവൻ്റെ ശക്തിയിലും അവൻ്റെ ബലത്തിലും നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഒറ്റയ്ക്ക് ജീവിച്ചാലും നമുക്ക് സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ അവനോട് കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ,
പ്രവാചകരിൽ പ്രമുഖനായ ഏലിയാവിൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ. ഏലിയാവിൻ്റെ കാര്യം പറയുന്നത് ആദ്യം കുടുംബത്തിൽ ജീവിക്കുന്നതിനെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ഏലിയാവിനെ നമ്മൾ കാണുന്നത്. കെരീത്തിൻ്റെ തോട്ടിൽ അരികിൽ അവന് ഒളിച്ചിരുന്ന കാലം നമുക്കറിയാം. അതുപോലെ തന്നെ ഇസ്രയേലിൽ വന്നിട്ട് ആ മഴ വരാതിരുന്ന കാലം, അപ്പോൾ സരാഫാത്തിൽ ഒരു വിധവ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ അടുക്കിലേക്കാണ് ദൈവം അവനെ അയക്കുന്നത്. കെരീത്ത് തോട്ടിലുണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം കാക്കയെ കൊണ്ടാണ് ആഹാരം കൊടുത്തത്. അത് നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യമാണ്. അത് 2 നേരവും അവന് ഭക്ഷണം എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് സകലത്തിനും മതിയായവനാണെന്നുള്ളതിൻ്റെ വലിയ തെളിവാണത്. അതുപോലെ തന്നെ വിധവയുടെ ഭവനത്തിലാണെങ്കിലും വിധവ അവരുടെ മകനും മരിക്കുവാനായിട്ട് ആഗ്രഹിച്ച് അവർക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം മാത്രം വെച്ചിരിക്കുമ്പോൾ അത് അവിടെ മഴ പെയ്യുന്ന ഒരു കാലം വരെയും അവർക്ക് സുഭിക്ഷമായി ജീവിക്കുവാനുള്ള ഇത് മാറി അവർ 3 പേർക്ക് സന്തോഷത്തോടുകൂടി അവർക്ക് ഭക്ഷണം ദൈവം നൽകിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഏലിയാവ് പിന്നീട് ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുന്ന അവസ്ഥയും നമുക്കറിയാം. ആ ഒരു സ്ത്രീയുടെ ഇസബേലിനെ ഭയന്നിട്ട് അവളുടെ ആ വാക്കിൽ ഭയന്ന് പോയി ആ വിശ്വാസത്തിൽ നിന്നും അത്രയും സ്ട്രോങ് ആയിരുന്ന മനുഷ്യൻ ആകാശത്ത് നിന്ന് തീ ഇറക്കി ദഹിപ്പിച്ച ആ ബലിപീഠത്തിലുള്ള സ്ഥലത്തെയും ദഹിപ്പിച്ച അത്ര ശക്തിയിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ചേർന്നിരുന്ന ആ വ്യക്തി നിരാശപ്പെട്ട് ചുരച്ചെടിയുടെ കീഴിൽ ഭയന്ന് കിടക്കുന്നതായ ആ അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം കർത്താവ് എന്നും എവിടെയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ നമ്മളെ ഒറ്റയ്ക്കാക്കത്തില്ല എന്ന്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏലിയാവിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് മുമ്പാണ് കർത്താവ് ഐസൊലേറ്റ് ചെയ്തെന്നുള്ളത്. അതുപോലെ തന്നെ അത്രയും വലിയ പ്രവാചകൻ്റെ ജീവിതം നമ്മൾ വായിച്ചു കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശക്തി ലഭിക്കുന്നുള്ളത്. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഏലിയാവിൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ടു ഓൾ.